അതെല്ലാം എളുപ്പത്തിൽ ചെയ്യും. മഠത്തിൽ ഏകദേശം 200 പേരുള്ള ഒരു കോൺവെൻറ്റിൽ ആണ് വിശുദ്ധ ഫൗസ്റ്റീന വളർന്നു വന്നത്. ആ മഠത്തിലെ വലിയൊരു ഭാരപ്പെട്ട ജോലിയാണ് വിശുദ്ധ ഫൗസ്റ്റീനയെ അധികാരികൾ ഏൽപ്പിച്ചത്, പ്രത്യേകിച്ച് കുക്കിങ്ങിനായി സഹായിക്കുക. ഏകദേശം 200ഓളം പേർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വലിയ ഒരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അത് ഊറ്റി വെക്കുന്ന ജോലിയാണ് അവൾക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇത്രയും ഭാരപ്പെട്ട ഈ ചെമ്പ് ചെരിച്ച് അതിലെ വെള്ളം കളയുന്ന സമയത്ത് പലപ്പോഴും ആ തിളച്ച വെള്ളം അവളുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുമായിരുന്നു. മാത്രമല്ല അത് ചെയ്യാനുള്ള കെൽപ്പും ശക്തിയും അവൾക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ആ ജോലി ചെയ്യുവാനായിട്ട് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് മനസ്സ് മടുത്തിട്ട് ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അധികാരികളുടെ അടുത്ത് ചെന്ന്, മിസ്ട്രസിൻ്റെ അടുത്ത് ചെന്ന് അവൾ പരാതി പറഞ്ഞു. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും മിസ്ട്രസ് അത് ഗൗരവമായി എടുക്കുകയോ അവളെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിൽ സങ്കടപ്പെട്ടിട്ട് വിശുദ്ധ ഫൗസ്റ്റീന എന്ത് ചെയ്തു? വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ മുമ്പിൽ പോയി തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങോട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവളൊരു ശബ്ദം കേട്ടു. ഈശോ അവളോട് ഇങ്ങനെ സംസാരിച്ചു: നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം നിൻ്റെ ജോലികളിൽ. ഒരിക്കൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിളപ്പിച്ച് അതിൻ്റെ മൂടി മാറ്റുവാൻ വേണ്ടി അവൾ നോക്കുമ്പോൾ ആ മൂടി മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ മീതെ മുഴുവനും അവൾ കണ്ടത് പനിനീർ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. അവൾ അത്ഭുതപ്പെട്ടു. അവൾ വിചാരിച്ചത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഈശോ അവളോട് സംസാരിച്ചു: മോളെ, നീ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയും സ്വർഗത്തിൽ ഒരു പനിനീർ പൂ കണക്കെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. നിന്റെ കഠിന ജോലികളെയെല്ലാം ഒരു റോസാപ്പൂ കണക്കെ ഞാൻ സ്വർഗത്തിൽ സ്വീകരിക്കുകയാണ്. ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും ദൈവം സ്വർഗത്തിൽ ഒരു പനിനീർ പൂ കണക്കെ അനുഗ്രഹമായി സ്വീകരിക്കുന്നു, അനുഗ്രഹമായി നമുക്ക് നൽകുന്നു എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രദോഷം വരെ മക്കൾക്ക് വേണ്ടി പകലന്തിയോളം എല്ലുമുറുകെ പണിയെടുക്കുന്ന മാതാപിതാക്കന്മാർ ഇതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയെ പോലെയൊക്കെ വിഷമിക്കുന്നുണ്ട്. അടുക്കളയിൽ മുഷിഞ്ഞ വസ്ത്രവുമായി കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി മക്കൾക്ക് വേണ്ടി ഓരോ നേരവും ത്യാഗം സഹിച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ മനസ്സ് മടുത്തു പോകുന്ന ചില അമ്മമാരുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുണ്ടാകാറുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന, സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കൃപയുള്ള ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യമായിട്ടാണ് ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് മടുക്കുന്ന ജോലിയാണെങ്കിലും, മനസ്സ് മടുത്തു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ദൈവത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഞാൻ നിന്നെ സഹായിക്കും. അതെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സത്യത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടോ അധ്വാനം കൊണ്ടോ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല. മറിച്ച് ദൈവം നമുക്ക് കൃപ തന്നതുകൊണ്ട് മാത്രമാണ് ആ കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ആരോഗ്യമുണ്ടെങ്കിൽ ആ ആരോഗ്യം നമുക്ക് തന്നത് ദൈവമാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് തന്നത് ദൈവമാണ്. മനസ്സ് മടുക്കാതെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ടി വരുമ്പോൾ പരാതികൾ പറയാതെ, പിറുപിറുക്കാതെ, വിശുദ്ധ ഫൗസ്റ്റീനായെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജോലികൾ ചെയ്യുക, അധ്വാനിക്കുക. മനസ്സ് മടുക്കുമ്പോൾ നാം എന്തു ചെയ്യണം? വിശുദ്ധ ഫൗസ്റ്റീനായെ പോലെ ഒന്ന് ശാന്തമായി ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ആ സങ്കടങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കൂടുതൽ കരുത്തുറ്റവരായി, കൂടുതൽ കരുത്താർജിച്ചവരായി, കൂടുതൽ തീക്ഷ്ണതയോടുകൂടി, കൂടുതൽ സ്നേഹത്തോടുകൂടി ദൈവത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി അധ്വാനിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും ഊർജവും നമുക്ക് ലഭിക്കും. നമ്മുടെ നിരാശയും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ഉത്കണ്ഠയും ദൈവത്തിന് സമർപ്പിക്കുക. 1 പത്രോസ് 5:7 വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്: നിന്റെ ഉത്കണ്ഠകളും ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളെ, അനുദിന ജീവിതത്തിലെ ഭാരങ്ങളെ
കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ പരാതികളും പരിഭവങ്ങളും പറയേണ്ടത് മറ്റുള്ളവരോടല്ല, അയൽവാസികളോടല്ല, കൂട്ടുകാരോടല്ല. അതൊക്കെ പങ്കുവെക്കാം ആശ്വാസം കിട്ടുവാൻ വേണ്ടി. മറിച്ച് അതിലുപരിയായി ഒരു കുമ്പസാരക്കൂട് കണക്കെ നമ്മെ ശ്രവിക്കുവാൻ തയ്യാറായിട്ടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം ഒന്നിറക്കി വയ്ക്കാൻ തയ്യാറായാൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മനസ്സുമെടുക്കാതെ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവൃത്തി പോലും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപ വിശുദ്ധ ഫൗസ്റ്റീനായുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് യാചിക്കാം.